ഗുഡ് മോർണിംഗ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കോൺസ്റ്റൻസി ഓഫ് പ്രപ്പോർഷൻ എന്നുള്ള ഹെഡിങ്ങിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. പക്ഷെ എന്താണ് കോൺസ്റ്റന്റ് പ്രപ്പോർഷൻ അല്ലെങ്കിൽ ഡയറക്റ്റ് പ്രപ്പോർഷൻ എന്ന് നിങ്ങൾക്ക് ജസ്റ്റ് എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തന്നിരുന്നു. അതായത് ഒരു എമൗണ്ട് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ മറ്റേ എമൗണ്ട് എന്ത് ചെയ്യണം, ഇൻക്രീസ് ചെയ്യണം. അതിന് എളുപ്പം ഏറ്റവും ഈസി ആയിട്ടുള്ളതാണ് എന്ത്, കോസ്റ്റ് ഓഫ് പെൻസിൽ. നമ്പർ ഓഫ് പെൻസിൽ കൂടുന്തോറും കോസ്റ്റ് ഓഫ് പെൻസിൽ ഇൻക്രീസ് ചെയ്യും. അതൊരു കോൺസ്റ്റന്റ് പ്രപ്പോർഷന് എക്സാമ്പിളാണ്. അതായത് ഡയറക്റ്റ് പ്രപ്പോർഷന് എക്സാമ്പിൾ. ആ ഡയറക്റ്റ് പ്രപ്പോർഷൻ നമ്മൾ പഠിച്ചു. അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും എന്തായിരിക്കും ഉണ്ടാവുക. അപ്പം 1 പെന്നിന് 5 പെൻസിന് 2 10 ആണ്, 3 15 ആണ്. ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ x/y, ഇത് എക്സും ഇത് വൈയും ആണെങ്കിൽ x/y എപ്പോഴും എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആണ്. 1/5 ഡിവൈഡ് ചെയ്താൽ 1/5, 2/10 ഡിവൈഡ് ചെയ്താലും 1/5, 3/15 ഡിവൈഡ് ചെയ്താലും 1/5. ഇതിനെയാണ് എന്ത് പറയാം, കോൺസ്റ്റന്റ് പ്രപ്പോർഷൻ എന്ന് പറയുന്നത്. അതായത് x=ky, അതായത് x= എന്ത് വരും, ky. അതായത് കോസ്റ്റ് കൂടും പെൻസിലിൻ്റെ എണ്ണം, എക്സ് നമ്പർ ഓഫ് പെൻസിലും y എന്തായിരിക്കും കോസ്റ്റുമാണെങ്കിൽ കോസ്റ്റ് കൂടും തോറും നമ്പർ ഓഫ് പെൻസിലും എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അപ്പം ആ ഇതിനെ എന്ത് പറയാം, ഡയറക്റ്റ് പ്രൊപ്പോർഷൻ. ആ ഒരു കാര്യം മാത്രം മനസ്സിലാക്കാനുള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കൂടുമ്പോൾ മറ്റതും എന്ത് ചെയ്യും, കൂടണം. അതായത് ഒരു എമൗണ്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ അനദർ എമൗണ്ട് വേരിയബിളിൻ്റെ വാല്യൂസും എന്ത് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിനെ എന്ത് പറയും, ഡയറക്റ്റ് പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ ആണെന്ന് പറയും. അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനി ചെയ്യാറ്. ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. കുറേ പെയർ ഓഫ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. For each pair of quantities given below, check whether the first is proportion to the second. First is proportion to the second. പിന്നെ for the proportion equation, calculate the constant of proportionality. ഇവിടെ നമ്മൾ എന്തായിരുന്നു, x=ky എന്ന് പറയുമ്പോൾ ഇവിടെ k ആണെന്ത്, കോൺസ്റ്റന്റ് പ്രൊപ്പോർഷനാലിറ്റി. അതായത് y ഇൻക്രീസ് ചെയ്യുന്നതോളം എക്സും ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിന് അവിടെ ഏതാണ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത്, k ആണ്. അപ്പം അതാണ് എന്ത്, കോൺസ്റ്റന്റ് പ്രൊപ്പോർഷനാലിറ്റി. അപ്പം അതിനൊരു ക്വസ്റ്റ്യനാണ്, ഫസ്റ്റ് ക്വസ്റ്റ്യനാണ് പെരിമീറ്റർ ആൻഡ് റേഡിയസ് ഓഫ് ദ സർക്കിൾ. നമുക്ക് പെരിമീറ്ററും റേഡിയസ് ഓഫ് ദ സർക്കിൾ, പെരിമീറ്റർ അല്ലെങ്കിൽ സി, റേഡിയസ് ഓഫ് ദ സർക്കിളും തമ്മിലുള്ള റിലേഷനാണ് ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ പെരിമീറ്റർ കാണാനുള്ള കാണാനുള്ള ഇക്വേഷൻ 2πr ആണെന്ന് സർക്കിൾ മെഷർ എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റേഡിയസ് 1 സെൻറ്റിമീറ്ററുള്ള റേഡിയസ് ആണെങ്കിൽ 2π വരും. അപ്പോൾ വെറുതെ വേണമെങ്കിൽ ചെയ്ത് നോക്കാം, കൊടുക്കണമെന്നൊന്നുമില്ല. 1 ആകുമ്പോൾ പെരിമീറ്റർ എന്തായി മാറും, 2π × 1 2π എന്ന് വരും. അപ്പോൾ 6 2 ആയി മാറും, റേഡിയസ് ഒന്ന് കൂട്ടി. അപ്പോൾ പെരിമീറ്റർ എന്തായി മാറും, 2π × 2 4π എന്നാണ് വരുന്നത്. r = 3, അപ്പോൾ പെരിമീറ്റർ എന്താ വരിക, 2π × 3, അപ്പോൾ എന്താ 6π എന്ന് വരും. r = 4, പെരിമീറ്റർ = 2π × 4 8π. ഇവിടെ ഇൻക്രീസ് ചെയ്യുന്നത് 2π ആണ്, ഇൻക്രീസ് ചെയ്ത് പോകുന്നത്. ഈ 2π ആണ് എന്ത് ചെയ്യുന്നത്, കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത്. നമ്പർ ഓഫ് റേഡിയസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ പെരിമീറ്റർ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത് 2π, പിന്നെ 4π 2π, 6π 2π. അപ്പോൾ കോൺസ്റ്റന്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് ഇതിൻ്റെ കോൺസ്റ്റന്റ് പ്രപ്പോർഷനാണ്. പെരിമീറ്റർ പ്രപ്പോർഷൻ ടു r ആണ്. അതായത് r ഇൻക്രീസ് ചെയ്യുന്നതോറും p ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇവിടെ കോൺസ്റ്റന്റ് പ്രപ്പോർഷനാലിറ്റി എന്താണ്, 2π ആണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ട് 2π ആണ് ഇൻക്രീസ് ചെയ്യുന്നത്, അതുകൊണ്ട് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷണലാണ്, ഡയറക്റ്റ് പ്രൊപ്പോർഷനാണ്. കോൺസ്റ്റന്റ് പ്രൊപ്പോർഷണാലിറ്റി എത്രയാണ് വരിക, കോൺസ്റ്റന്റ് പ്രൊപ്പോർഷനാലിറ്റി 2π. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ഏരിയ ആൻഡ് റേഡിയസ് ഓഫ് ദ സർക്കിൾ. അപ്പോൾ നമുക്കറിയാം ഏരിയ കാണാൻ ഇക്വേഷൻ, റേഡിയസ് ഓഫ് 2π, πr² ആണ്. അപ്പോൾ ഇതേമാതിരി r-ന് 1 കൊടുക്കുക. അപ്പോൾ a എന്താ വരിക, π × 1² എത്ര വരിക, π. r-ന് 2 കൊടുക്കുകയാണെങ്കിൽ a = π × 2², എത്ര വരിക, 4π.
3 കൊടുക്കുകയാണെങ്കിൽ എ എന്താ വരിക? പൈ ഇൻറ്റു 3 സ്ക്വയർ 9 പൈ. 4 കൊടുക്കുമ്പോൾ എ ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു 4 സ്ക്വയർ 16 പൈ. ഇത് കോൺസ്റ്റൻ്റ് ആയിട്ടാണോ ഇൻക്രീസ് ചെയ്യുന്നത്? അല്ല. അപ്പോൾ ഇത് എന്തല്ല? കോൺസ്റ്റൻ്റ് പ്രൊപ്പോർഷൻ അല്ല, ഡയറക്റ്റ് പ്രൊപ്പോർഷൻ അല്ല. ഇവിടെ പ്രൊപ്പോർഷനാലിറ്റി കോൺസ്റ്റൻ്റ് ഏതാണ്? കോൺസ്റ്റൻ്റ് പ്രൊപ്പോർഷനാലിറ്റി കോൺസ്റ്റൻ്റ് പറയാൻ പറ്റുമോ? ഇല്ല. ഒരേ മാതിരിയാണോ ഇൻക്രീസ് ചെയ്യുന്നത്? അല്ല. അപ്പോൾ ഇവിടെ കോൺസ്റ്റൻ്റ് പ്രൊപ്പോർഷനാലിറ്റി ഇല്ല. റേഡിയസ് എന്ത് ചെയ്യാൻ ഇവിടെ ഡബിൾ ആവുകയാണ് ചെയ്യുന്നത്. ദ കറസ്പോണ്ടിങ് ഏരിയ ബിക്കം 4 ടൈംസ്. അപ്പം റേഡിയസ് ഡബിൾ ആകുമ്പോൾ ഏരിയ എന്തായാലും 4 ടൈംസ് ആവുക. അപ്പോൾ 4 ടൈംസ് ആയതുകൊണ്ട് ഇതിൽ ഏരിയയും റേഡിയസും തമ്മിൽ നോട്ട് പ്രൊപ്പോർഷൻ. ഏരിയ ആൻഡ് റേഡിയസ് ഈസ് നോട്ട് പ്രൊപ്പോർഷൻ. ഏരിയ ആൻഡ് റേഡിയസ് ഈസ് നോട്ട് പ്രൊപ്പോർഷൻ. അപ്പോൾ ഇത് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ ആണ്, ഇത് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ അല്ല. ഇനി തേർഡ് കേസാണ്, തേർഡ് ക്വസ്റ്റ്യൻ ആണ്. ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ആൻഡ് ദ നമ്പർ ഓഫ് റൊട്ടേഷൻ ഓഫ് എ സർക്കുലർ റിംഗ് മൂവിങ് അലോങ് ദ ലൈൻ. നിങ്ങൾക്കറിയാം, ഒരു ലൈൻ ആണെങ്കിൽ ഒരു സർക്കുലർ റിംഗ്, ഒരു റിംഗ് ഇങ്ങനെ ഇവിടുന്ന് ടേൺ ചെയ്ത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും അത് എന്ത് ചെയ്യും? ഇവിടുന്ന് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും, ഇവിടെ എത്തും. അങ്ങനെ നിങ്ങൾക്കറിയാം സർക്കുലർ റിംഗ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോകും. ഒരു റൊട്ടേഷൻ ആകുമ്പോൾ എന്താണ്? അതിൻ്റെ പെരിമീറ്ററിലേക്ക് നമുക്ക് ഇവിടെ എത്തുക. ഇതിൻ്റെ റൊട്ടേഷൻ ഇവിടുന്ന് പെരിമീറ്റർ. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം പെരിമീറ്റർ റേഡിയസ് നമുക്ക് റൊട്ടേഷൻ്റെ എണ്ണം കൂടുന്തോറും അതിൻ്റെ പെരിമീറ്ററും കറക്റ്റായിട്ട് പോകും. അപ്പം നമുക്കറിയാം എന്താണ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നത് കാണാനാണെങ്കിൽ ഇവിടെ ഡിസ്റ്റൻസ് എന്തായിരിക്കും? പെരിമീറ്റർ 2π ആണ്. 2π ഡിസ്റ്റൻസ് എസ് ഈക്വൽ ടു പെരിമീറ്റർ ഓഫ് സർക്കിൾ തന്നെയായിരിക്കും 2π ആണ്. പക്ഷെ ഒരു റൊട്ടേഷനാണ് ഒരു 2π. അപ്പോൾ ഇത് നമ്പർ ഓഫ് റൊട്ടേഷൻ n റൊട്ടേഷൻസ് ആണ്. എത്രയാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 1 ടൈംസ് ആണ് 1 2π ആണ്. ഒരു റൊട്ടേഷൻ ആകുമ്പോൾ ഒരു പെരിമീറ്റർ. 2 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ 2 റൊട്ടേഷൻ ആകുമ്പോൾ 2 ഇൻറ്റു പെരിമീറ്റർ. 3 ആണെങ്കിൽ 3 ഇൻറ്റു. അപ്പോൾ നമ്പർ ഓഫ് റൊട്ടേഷൻ അതായത് n1 ആണെങ്കിൽ എസ് എന്തായി മാറും? 2π ആണ്. n ഈസ് ഈക്വൽ ടു 2 ആകുമ്പോൾ റൊട്ടേഷൻ ഉണ്ടാവും 2 ഇൻറ്റു 2π ആണ്. എത്ര വരും? 4π ആണ്. n ഈസ് ഈക്വൽ ടു 3 ആകുമ്പോൾ എസ് എന്താ? 6π ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ? ഇത് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷനാണ്. റൊട്ടേഷൻ കൂടും തോറും എന്ത് ചെയ്യും? ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസും കൂടും. അപ്പോൾ ഇവിടെ പ്രൊപ്പോർഷനാലിറ്റി കോൺസ്റ്റന്റ് ഏതാണ്? 2π ആണ്. 2π ആണ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷനാലിറ്റി. റേഡിയസ് അതേമാതിരി റേഡിയസ് മാറും തോറും റേഡിയസും മാറും. അപ്പോൾ ഇവിടെ കോൺസ്റ്റന്റ് പ്രൊപ്പോർഷനാലിറ്റി ഏതാണ്? കോൺസ്റ്റന്റ് പ്രൊപ്പോർഷനാലിറ്റി. പ്രൊപ്പോർഷനാലിറ്റി ഇവിടെ എന്താ വരിക? 2π. ഇവിടെ 2π ആണ് കോൺസ്റ്റന്റ് ആയിരുന്നു. റേഡിയസ് വേണമെങ്കിൽ മാറാം. റേഡിയസ് ലെങ്ത് ഓഫ് സർക്കിളിൻ്റെ ലെങ്ത് കൂട്ടും തോറും റേഡിയസ് കൂട്ടും തോറും നമുക്ക് എന്ത് ചെയ്യാം? ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് കൂടും. എല്ലാം നമ്പർ ഓഫ് റൊട്ടേഷൻ കൂടുന്തോറും കൂടും. അപ്പോൾ ഏതെങ്കിലും ഒന്നെടുക്കുക. നമ്പർ ഓഫ് റൊട്ടേഷനെ റിലേറ്റ് ചെയ്താണെങ്കിൽ n കൂടുന്തോറും നമ്പർ ഓഫ് റൊട്ടേഷൻ കൂടുന്തോറും നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് കൂടും. അല്ലെങ്കിൽ റേഡിയസ് ഓഫ് സർക്കിൾ റിങ്ങിൻ്റെ റേഡിയസ് കൂട്ടുന്തോറും നിങ്ങൾക്ക് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് കൂടും. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് കൂടുന്നത്? കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നത് ഏതാ? 2π. എന്താണ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നത്? 2π. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ് ദ ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഇതൊന്നും നോക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് നിങ്ങൾക്ക് ഏതാണോ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളത് അതാണ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷനാലിറ്റി. ഇവിടെ പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 2π ആറിൽ 2π ആണ് കോൺസ്റ്റന്റ്. ഇപ്പോൾ കോൺസ്റ്റന്റ് പ്രൊപ്പോർഷനാലിറ്റി കിട്ടും. ഇവിടെ കോൺസ്റ്റന്റ് പൈ ആണ്. പക്ഷെ റേഡിയസ് കോൺസ്റ്റന്റ് ആയിട്ടല്ല ഇൻക്രീസ് ചെയ്യുന്നത്. സ്ക്വയർ ചെയ്യുമ്പോൾ 1 ആണെങ്കിൽ 1 സ്ക്വയർ 2 സ്ക്വയർ അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇത് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷനാലിറ്റി ഇല്ല. അത് പ്രൊപ്പോർഷനല്ല, കോൺസ്റ്റന്റ് പ്രൊപ്പോർഷനല്ല. പക്ഷെ ഡിസ്റ്റൻസ് 2π ആണ് റൊട്ടേഷൻ ആണെങ്കിൽ ഇവിടെ നമ്പർ ഓഫ് റൊട്ടേഷൻ ആണ് n2π ആണ്. ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ട് ഏതാണിത്? 2π. കാരണം നമ്പർ ഓഫ് റൊട്ടേഷൻ കൂടുമ്പോഴും ഇത് ഇൻക്രീസ് ചെയ്യും. റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്നതോറും ഡിസ്റ്റൻസ് കൂടും. അപ്പോൾ ഇവിടുത്തെ കോൺസ്റ്റന്റ് പ്രൊപ്പോർഷനാലിറ്റി ഏതാണ്? 2π. എന്താണ്? 2π.